ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലം കേരളത്തിൻ്റെ അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ എറണാകുളത്തിൻ്റെ സാക്ഷിയായും പലപ്പോഴും മനസാക്ഷി തന്നെയായി വർത്തിച്ചിരുന്ന സാനുമാഷ് നമ്മളെ വിട്ടുപിരിഞ്ഞ് ഇന്ന് ഒരു വർഷം തികയുന്നു. അതോടുകൂടി നമുക്ക് പലതും നഷ്ടപ്പെട്ടു. പക്ഷെ നഷ്ടപ്പെട്ട ഒരു പ്രധാന കാഴ്ച ഈ ചീനവലകൾ പോലെ ഇവിടുത്തെ കായൽ പോലെ എറണാകുളത്തുകാർ വളരെ ഹൃദ്യമായി കണ്ടിരുന്ന ഒരു കാഴ്ച സാനുമാഷും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരും ഡോക്ടർ രാമചന്ദ്രനും നിത്യേന എന്ന വിധം സായാഹ്ന സവാരിക്ക് എറണാകുളത്തെ ഡബ്ബ ഹോൾ ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. അത് കാണാൻ ആൾക്കാരും ഉണ്ടായിരുന്നു. ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ വിയോഗത്തിന് ശേഷം ഈ സായാഹ്ന സവാരികൾക്ക് വിരാമമായി. അപ്പം അങ്ങനെ പല രീതിയിലും എറണാകുളത്തിൻ്റെ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികം 2028 അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏതാണ്ട് ഒരു വർഷക്കാലം കേരളത്തിൻ്റെ തന്നെ മനസാക്ഷിയായി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. നേരത്തെ ശ്രീ സതീശൻ സൂചിപ്പിച്ച പോലെ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം മഹാരാജാസ് സ്കൂളിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലം മുതലേ പഠിപ്പിച്ചിരുന്നു. പിന്നെ സാഹിത്യ നിരൂപകൻ 1960 മുതൽ സാഹിത്യ നിരൂപണത്തിൽ പുതിയ വഴിവെട്ടി സഹൃദയരെ രസിപ്പിച്ച ചിന്തിപ്പിച്ച ഒരു വ്യക്തിയാണ് സാനുമാഷ്. ജീവചരിത്രകാരൻ, സാമൂഹ്യ നിരൂപകൻ, എന്ത് കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയാൻ ആരെക്കുറിച്ചും വളരെ മൃദുവായ വാക്കുകളിൽ, സത്യസന്ധമായ വാക്കുകളിൽ അദ്ദേഹം പറയുമായിരുന്നു. അത് പലപ്പോഴും രോചകമായിരുന്നില്ലെങ്കിലും സത്യത്തിൻ്റെ വഴി അദ്ദേഹം വിട്ടിരുന്നില്ല. പിന്നെ വലിയൊരു മനുഷ്യസ്നേഹിയായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തകനായിരുന്നു. ഈ കൊച്ചിക്ക് ഒരു ക്യാൻസർ സെൻ്റർ വേണമെന്നതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠാകുലനും അതിനുവേണ്ടി നിരന്തരം പ്രയത്നിക്കുകയും ചെയ്ത വ്യക്തികളിൽ ഒരാളായിരുന്നു സാനുമാഷ്. ഈ നഗരത്തിൻ്റെ സൗകര്യങ്ങൾ, ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പൊതു ബുദ്ധിജീവി എന്ന രീതിയിൽ നഗരത്തിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊച്ചിൻ മെട്രോയെ സാധ്യമാക്കുന്നതിലും സാനുമാഷ് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. മുഖ്യമായ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 3 നീരൊഴുക്കുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു മഹാപ്രവാഹമായി, ഒരു മഹാനദിയായി പരിണമിക്കുന്നത് നമുക്ക് കാണാം. ആദ്യത്തേത് ശ്രീനാരായണ ഗുരുവിൽ നിന്ന് പ്രചോദിതമായ മാനവികത, ഹ്യൂമനിസം. രണ്ടാമത്തേത് പുരോഗമനപരമായ സാഹിത്യ വിമർശനം. മൂന്നാമത്തേത് ജീവചരിത്രം എഴുതുക എന്നത് ഒരു ആധുനിക കലയാണെന്ന് കേരളത്തിനെ മനസ്സിലാക്കി കൊടുത്ത മഹാനായ എഴുത്തുകാരൻ. ഈ നാരായണ ഗുരുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അതൊരു വെറും ജീവരേഖ മാത്രമല്ല, അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് നാരായണ ഗുരുവിൻ്റെ ഫിലോസഫിയെ, സിദ്ധാന്തങ്ങളെ അപഗ്രഥിച്ചിട്ടുണ്ട്. അതിൻ്റെ ആകത്തുകയായിട്ട് സാനുമാഷ് പറയുന്നത് സനാതന ധർമ്മത്തെക്കുറിച്ച്, ഇന്ന് വളരെയധികം കേൾക്കുന്നൊരു വാക്കാണ് സനാതന ധർമ്മത്തെക്കുറിച്ച് എന്തായിരുന്നു ഗുരുവിൻ്റെ കാഴ്ചപ്പാട്.
സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും ഒത്തുചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു. ലോകോ സമസ്തോ സുഖിനോ ഭവന്തു, എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ എന്ന കാഴ്ചപ്പാടായിരുന്നെങ്കിലും അതിൻ്റെ ഒഴിച്ചു മാറ്റാനാകാത്ത ഒരു ഘടകമായിരുന്നു ജാതി. ഈ ജാതി ദൈവദത്തമായി ലഭിച്ചതാണെന്നും അതിനെ മറികടക്കാൻ സാധിക്കുകയില്ലെന്നും സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ മുറുകെ പിടിച്ച ഒരു പ്രമാണമായിരുന്നു. ഗുരു ഇത് മനസ്സിലാക്കി ഇതിനെ അതിജീവിക്കാനുള്ള ശ്രമമായിരുന്നു എന്ന സാനുമാഷ്ട കണ്ടെത്തൽ ഗുരുവിലേക്ക് തുറന്നിട്ട, നാരായണ ഗുരുവിലേക്ക് തുറന്നിട്ട ഏറ്റവും വലിയ വാതിലുകളിലൊന്നായിരുന്നു. അദ്ദേഹം SNDP യോഗത്തിൻ്റെ അംഗമായിരുന്നില്ല എന്ന് മാത്രമല്ല, കടുത്ത വിമർശനവുമായിരുന്നു. ഇതിൻ്റെ ഒരു പ്രധാന കാരണം, ഇതിൻ്റെ തുടക്കം അദ്ദേഹത്തിൻ്റെ സാനുമാഷ്ട രാഷ്ട്രീയം തന്നെയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം തിരുവിതാംകൂറിൽ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന പേരിൽ ഒരു വളരെ പിന്നോക്കപരമായ ഒരു നീക്കം നടത്തുകയുണ്ടായി. സർ CP രാമസ്വാമി അയ്യരുടെയും മഹാരാജാവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ. അന്നത്തെ യോഗത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന R ശങ്കർ രാജാവിനും CPക്കും യോഗത്തിൻ്റെ പിന്തുണ നൽകിയപ്പോൾ സാനുമാഷ്, ചെറുപ്പക്കാരനായ സാനുമാഷ് അതിനെതിരായി രംഗത്ത് വന്നു. പിന്നീട് ഒരിക്കലും അദ്ദേഹവും SNDP യോഗമായിട്ടുള്ള സമഞ്ജസമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ ഉണ്ടായിട്ടില്ല.